അമ്മ എന്തിനാ ഈ വായന്റെ മുകളിൽ കയറുന്നേ? ഇത് കായ് അരിയാൻ വേണ്ടിട്ട്. എല്ലാരും കൊല കൊത്തല്ല, ഞാൻ കായ് അരിയലാണ്. എന്താ വെച്ചാല് ഇത്ര നല്ല കൊലയാണ്. ഈ കൊല ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളെ ആവശ്യത്തിന് കായ് അരിഞ്ഞെടുത്തിട്ട് പഴുപ്പിക്കാൻ വെക്കുക. ബാക്കി അതിന്റെ മേലെ തന്നെ നിൽക്കൂ. അന്നേരം നമുക്ക് കുറേ നാളെത്തും. അല്ലെങ്കിൽ നമ്മൾ ഇതങ്ങനെ കൊത്തിയിട്ട് പീടിയെ കൊണ്ട് കൊടുത്താല് എല്ലാരും അങ്ങനെ ചെയ്യല്ലേ. ഇതങ്ങനെ കൊത്തിയിട്ട് പീടിയെ കൊണ്ട് കൊടുത്താല് നമ്മളെനിക്ക് പിന്നെ ഇംഗ്ലീഷ് വളവിട്ട കായ് വാങ്ങിയിട്ട് തിന്നു. ഇത് നല്ല കായ്, നമ്മൾ വളമൊന്നും ഇടാതെ നല്ല കായ് പീടിയെ കൊണ്ട് കൊടുത്തിട്ട് ഇംഗ്ലീഷ് വളവിട്ട കായ് വാങ്ങി തിന്നു. അതുകൊണ്ട് അങ്ങനെയല്ല, ഞാനിങ്ങനെയാ ചെയ്യല്. ഒരു കൊല ഉണ്ടെങ്കിൽ ആ കൊല ഞാൻ പിന്നെ അപ്പാട് ഇങ്ങനെ ആവശ്യത്തിന് അരിഞ്ഞെടുത്തിട്ട് പഴുപ്പിക്കും. ഇന്നലെ കുറേ ദിവസം എത്തും. ആടക്ക് ഞാൻ അരിഞ്ഞാലേ പിടിക്കണേ. എന്റെ പുതിയ മാക്സാണ്, അതിൽ കറിയായി പോവാമോ? കറിയായിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് മേടിച്ചല്ലേ? പിന്നില്ലാണ്ട്. മതി, എനിക്കറിയായാലും സാരില്ല. എന്റെ അമ്മേ, അതെടുക്ക്. ഇത് മേലെ തങ്ങിക്ക്. അങ്ങോട്ട് എടുക്ക്. എന്നെ അമ്മന്റെ മുഖത്ത് വേണ്ട നോക്കിയാ മതി. ഞാൻ കേരളീനോ? നീ കേരിയാലൊന്നും ശരിയാവൂല. നീ കേരിയാൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാനൊന്നും നിൽക്കൊന്നും ആവൂല. ശരി, ഇത് പിടിക്കല്ലേ ഏണി? ഇല്ല, എല്ലാരും ഏണി പിടിക്കാനാ പറയുന്നത്. ഏണി പിടിക്കണ്ട, എന്നാ പിടി. മേക്കൂറ്റല്ല കറ. നിങ്ങൾക്കും കൊലയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട കേട്ടാ. ഇനി കൊല നല്ല കൊല വിഷമിടാത്തത് വളമിടാത്തത് പീടിയെ കൊടുക്കുക. എന്നിട്ട് വളമിട്ടത് വാങ്ങി തിന്നലാന്ന് നമ്മളെല്ലാവരും പതിവ്. പക്ഷെ അങ്ങനെ ചെയ്യാതെ വീട്ടിൽ കൊച്ചു കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പഴുപ്പിച്ചിട്ട് കുട്ടിയെ കൊടുക്കുക. മിക്കവാറും എന്റെ മൊത്തിക്ക് പോവാ. പിടി. ഇന്നേക്ക് അത്രയും മതി. ഒരിക്കൽ പഴുപ്പിക്കാൻ അത് മതി. ഇനി ഇറങ്ങട്ടെ. എന്റെ അമ്മേ, കാല് കടന്നു. വീട്ടിൽ കൊല്ലിയുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയിൽ കൊത്തിക്കൊണ്ട് കൊടുക്കാണ്ട് പപ്പിച്ചിട്ട് വീട്ടിലുള്ള കുട്ടിക്ക് കൊടുക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.